ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് തിങ്കളാഴ്ചയല്ല, സ്കൂളിലുള്ള ദിവസമല്ല, മടി പിടിച്ച് ആർക്കും കെടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മുടെ പരിപാടികൾ തുടങ്ങാൻ കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ് വരുമ്പോൾ കറണ്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പല്ലേച്ച് മോൻ കഴുകി വരുമ്പോഴേക്കും കറണ്ട് പോയി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുക്കളയിൽ ആകെ മൊത്തം ഒരു ഇരുട്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ചായ തന്നെ തുടങ്ങുകയാണ്. ചായ വെക്കാൻ നോക്കുകയാണ്. ചായക്ക് ഇന്ന് നൂൽപ്പിട്ടാണ് കേട്ടോ ചായക്ക് കടി. അപ്പോൾ നൂൽപ്പിട്ടിനെ നനയ്ക്കണം. പിന്നെ ദേവുട്ടിക്ക് സ്കൂളിലേക്ക് ഇന്ന് ഉരുളൻകിഴങ്ങ് ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ഉരുളൻകിഴങ്ങ് അരിയണം. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിക്കുന്നുണ്ട്. ഇന്നലെ സൺഡേ ആയിട്ട് സ്പെഷ്യലൊന്നും ഉണ്ടായിരുന്നില്ല, മീൻകറി ആയിരുന്നു. അപ്പോൾ ആ മീൻകറി കുറച്ചുണ്ട്. അപ്പോൾ ഒരു ഉപ്പേരിയും പിന്നെ ഒരു രസവും വയ്ക്കാം, മുട്ട പൊരിക്കാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ പ്ലാനിങ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഒരടപ്പത്ത് ചായയും ഒരടപ്പത്ത് പിന്നെ നൂൽപ്പിട്ടിനെ കുഴയ്ക്കാനുള്ള വെള്ളം വെച്ചിട്ട് പിന്നെ ഞാൻ ചോറിന് അരിയിടാൻ പോയിട്ടാ. അതിൻ്റെ ഉള്ളിൽ പാപ്പൻ അടുപ്പിൻ്റെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, വെള്ളം തിളച്ചുവിട്ടാ അരി ഇട്ടോട്ടാന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ അരി ഒന്നിടാൻ പോയിട്ട് ചായയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അരിയൊക്കെ ഇട്ട് വരുമ്പോഴേക്കും പാലും തിളച്ചു വെള്ളവും തിളച്ചുവിട്ട പിന്നെ ചായ ഉണ്ടാക്കി പാപ്പൻ്റെ കൊടുത്ത് ഞാനും കുടിച്ചു. പിന്നെ മുരളിയേട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നില്ല, മുരളിയേട്ടൻ തീരെ വയ്യാണ്ട് കിടപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഒന്ന് ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാമെന്നുള്ളതും വിചാരിച്ചത്. പിന്നെ ഇതാ ഉപ്പേരിക്കുള്ള ഉരുളൻകിഴങ്ങൊക്കെ എടുത്ത് വെച്ച്, അത് 1/2 കിലോ ഉരുളൻകിഴങ്ങാണ് കേട്ടോ. അപ്പോൾ അത് നന്നാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി ഓരോന്നോരോന്നായി അടപ്പത്ത് കയറ്റുകയാണ്. ഇന്ന് പിന്നെ അധികം തിക്കും തിരക്കൊന്നും ഇല്ല കേട്ടോ. ഉപ്പേരിയും രസം മാത്രമല്ല വെക്കേണ്ടത്. പിന്നെ നൂൽപ്പെട്ടിന് പാലാണ്. കറണ്ട് വരാത്ത കാരണം പാലിൻ്റെ കാര്യം സംശയമാണ് കേട്ടോ. എന്തായാലും പാലാണ്, വേറെ കറിയൊന്നും ഉണ്ടാക്കണില്ല. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക്, ഇത് എപ്പോഴും വയ്ക്കുന്ന ഉപ്പേരി മാതിരിയല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇതിൻ്റെ മസാലയ്ക്ക്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ടു, വെളിച്ചെണ്ണ ചൂടായിട്ട് കടുക് ഇട്ടു, പിന്നെ കറിവേപ്പില ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ ഒരു സബോളയും 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അതേമാതിരി ഒരു തക്കാളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് വാടണം. നന്നായി വാടൊന്നും വേണ്ട, ഏകദേശം ഒന്ന് വാടിയാൽ മതി. വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, അതേമാതിരി കുറച്ച് 1/2 സ്പൂൺ മുളകും പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ. കുരുമുളക് പൊടി ഒരു 1/2 സ്പൂൺ ഉണ്ടാവും, 1/2 സ്പൂൺ എന്തായാലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ട്, കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ ടേസ്റ്റ്. നമുക്ക് ഇതിൻ്റെ ഒരു മസാലയ്ക്ക് ആ ഉരുളൻകിഴങ്ങ് കഴിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാൻ തന്നെ കുരുമുളക് ഇടുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റാണ് കേട്ടോ, നന്നായി ഫ്ലേവർ എടുത്ത് നിൽക്കുന്നത്. അപ്പോൾ മസാലയൊക്കെ ചൂടായതിൻ്റെ ശേഷം നമ്മൾ അതിലേക്ക് ഒരു തക്കാളി മുറിച്ച് വെച്ചത്, അത് ഏകദേശം ഒരു വലിയ തക്കാളി ഇങ്ങനെയായിരുന്നു കേട്ടോ. ആ ഒരു തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒത്തിരി വാടാനൊന്നും നിൽക്കില്ല കേട്ടോ, ഏകദേശം ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ ശേഷം നമ്മൾ ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കും കേട്ടോ. എല്ലാം നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വേവാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് കുഴഞ്ഞ് കിടക്കും വേണം, നല്ല ഡ്രൈ ആയിട്ടല്ല നമ്മൾ ഉരുളൻകിഴങ്ങ് ഉപ്പേരി എടുക്കുന്നത്, ഒന്നിച്ചിരി കുഴഞ്ഞ് കിടക്കണം മതി. അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അപ്പം ഇനി അത് അവിടെ ഇരുന്ന് ചെറിയ തീയിലിരുന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ അടുത്തടുപ്പത്ത് ഞാൻ ഈ നൂൽപ്പെട്ടിനെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അടുത്ത അടപ്പത്ത് ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചുട്ടാ. നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് നല്ല എന്താ പറയുക തപ്പലുണ്ട് കേട്ടോ, ഇങ്ങനെ ഏതാണെന്നൊക്കെ ചെയ്യേണ്ടത്. എപ്പോഴും അങ്ങനെ ചെയ്യാറില്ലല്ലോ, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് ഈ വിധത്തിലും ചെയ്താൽ രസമുണ്ടാവുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ, നമ്മുടെ വീഡിയോയിൽ ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്നത് രസമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഒരടപ്പത്ത് നമ്മൾ നൂൽപ്പെട്ടിനെ വെച്ചു. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് വെന്തോ നോക്കുകയാണ് കേട്ടോ, കുറച്ച് നേരം ആയിട്ടുണ്ട്. അപ്പോൾ ഉരുളൻകിഴങ്ങ് വെന്തോ നോക്കുകയാണ്. ഉരുളൻകിഴങ്ങ് വെന്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, ഒന്നും കൂടി ആവാണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിരിച്ചു മൂടി വെച്ചു കേട്ടോ.
അപ്പോൾ അതാ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഉപ്പേരിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉരുളൻകിഴങ്ങ് ഉപ്പേരി പാത്രത്തേക്ക് ഇടുന്ന വീഡിയോ ഒക്കെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി, പ്രസ് ബട്ടൺ ഞെക്കാൻ മറന്നുപോയിട്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ദേവുട്ടിക്ക് 2 മുട്ട പൊരിക്കാൻ നോക്കുകയാണ് കേട്ടോ. മുട്ട കുത്തി പൊരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ പണ്ട് സ്കൂളിലേക്കൊക്കെ കൊണ്ടുപോയിരുന്ന ആ ടൈപ്പിലാണ് കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ളത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മാത്രം മതി ചോറിനെ. അപ്പം ഞാൻ ദേവുട്ടിക്ക് ഈ ടൈപ്പിൽ ഞാൻ ഇതുവരെ പൊരിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ നൂൽപ്പെട്ടിനെ പാലെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാളികേരം ചിരകിയെന്ന് ഒരു 2 സ്പൂണ് നാളികേരം ഇതിലേക്ക് മാറ്റി വെച്ചുട്ടോ. പിന്നെ കുറച്ച് ഒരു പകുതി സബോളയും ഒരു പച്ചമുളകും, പേരിന് ഒരു എരിവ് കുറവുള്ള ഒരു പച്ചമുളകും, ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് നമ്മൾ മുട്ട കുത്തി പൊരിക്കില്ലേ, സാധാരണ നമ്മൾ കുത്തി പൊരിക്കണ മാതിരി പൊരിച്ചെടുക്കട്ടെ. നല്ല ടേസ്റ്റാണ്. തേങ്ങ ഇട്ടിട്ട് ഇതുവരെ നിങ്ങളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഒരു ഉപ്പേരിയും ഒരു കറിയും ഇല്ലെങ്കിൽ ഈ ഒരു കുത്തിപ്പൊരി ഉണ്ടെങ്കിൽ മാത്രം ചോറിനാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. എരിവ് വേണ്ടവർക്ക് പച്ചമുളക് കുറച്ച് കൂട്ടുക കുറയ്ക്കുക അതെങ്ങനെയാണെങ്കിൽ ചെയ്യാം നമ്മുടെ അളവിന്. ഇപ്പോൾ ദേവുട്ടിക്ക് എരിവ് അധികം വേണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എരിവില്ലാത്ത തന്നെ നോക്കിയെടുത്തത് കേട്ടോ. അപ്പോൾ മുട്ട പൊരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. ദേവുട്ടിക്കാണെങ്കിൽ ചോറിന് മുട്ട മാത്രം ഉണ്ടായാൽ മതി കേട്ടോ. കുത്തിപ്പൊരി എങ്ങനെ കൊടുത്താലും അത് മാത്രം മതി ദേവുട്ടിക്ക് ചോറിന്. അത്രയും ഇഷ്ടമാണ് അവൾക്ക്. ഇന്നാണെങ്കിൽ ഉരുളൻകിഴങ്ങ് ഇഷ്ടമുള്ള സാധനം തന്നെ, മുട്ട കുത്തി പൊരിച്ചത് ഇഷ്ടമുള്ള സാധനമാണ്. അപ്പം രണ്ടും അവളുടെ ഫേവറേറ്റാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് തേങ്ങ ഇട്ടിട്ട് ഇതുപോലെ പൊരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ പൊരിച്ചു കൊടുത്ത് നോക്കട്ടോ. വലിയവർക്കും പറ്റും ചെറിയവർക്കും പറ്റും. അപ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുത്തിപ്പൊരി ഇവിടെ റെഡി ആയിട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ദേവുട്ടിക്ക് ചോറ് പാത്രത്തിലാക്കി. ചോറ് പാത്രത്തിലാക്കണത് ഇതേമാതിരി വീഡിയോയുടെ പ്രസ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു കേട്ടോ. ഞാൻ ചോറ് പാത്രത്തിലാക്കിയിട്ട് സ്ക്രീനിലേക്ക് നോക്കുമ്പോഴാണ് നമ്മുടെ ചോറാക്കിയിട്ടില്ല എന്നുള്ള വീഡിയോ അതിൽ കണ്ടത്. അപ്പം ഞാൻ ചോറ് ഉപ്പേരി എല്ലാം ഒന്ന് ഒരുമിച്ച് ഇന്നാട്ടാക്കിയത്. നല്ല ടേസ്റ്റ് അല്ലേ ഒരുമിച്ചാക്കുമ്പോൾ. അപ്പം എന്നാൽ അങ്ങനെ ആക്കി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ദേവുട്ടി ചായയൊക്കെ കുടിച്ചത് ആ വണ്ടി വന്നു കേട്ടോ. ഇന്ന് എണീക്കാനും കുറച്ച് നേരം വൈകിയിട്ട് നല്ല മടിയാണ് എണീക്കാൻ. അപ്പോൾ ദേവുട്ടി പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാട്ടെ ഫ്രണ്ട്സ്. ബോറുണ്ടോ അതോ നല്ലതാണോ എന്നുള്ളത് നിങ്ങൾ പറയണം. എന്നാലും എനിക്ക് തുടർന്നും ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.